മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള വാഗ്വാദം നേരത്തെ കേട്ടല്ലോ. ഇനി ബാറ്റൺ മന്ത്രി റിയാസിന് കൈമാറുന്നു. ബന്ധുത്വം ഓർമ്മിപ്പിച്ച് പ്രതിപക്ഷ നേതാവിൻ്റെ മറുപടിയും. ഇവിടെയും പരാമർശ വിഷയം രാഷ്ട്രീയമല്ല, വ്യക്തി അധിക്ഷേപം. വെറും ഡയലോഗ് സതീശനായി വി.ഡി. സതീശൻ മാറുന്നു. പറയുന്നത് ഭയങ്കര കാര്യങ്ങളായിരിക്കും. വിടില്ല, തിരിക്കും, മറിക്കും, അടിക്കും, പിടിക്കും, നിയമം കയ്യിലെടുക്കും, അങ്ങനെ വിടില്ല, എങ്ങനെ വിടില്ല. ഈ 2.5 കൊല്ലത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവനകൾ എടുത്ത് പരിശോധിച്ചാൽ വ്യക്തമാണ്, വെറും ഡയലോഗാണ്. അപ്പൊ വെറും ഡയലോഗ് സതീശനായി മാറുന്നു എന്നുള്ളത് പറയുന്നു. അല്ല, മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായ ഒരാൾ സൂപ്പർ മുഖ്യമന്ത്രി ചമയാണ്. അത് ചമഞ്ഞ് ഇങ്ങോട്ട് വരണ്ട. വേറെ ചിലർക്ക് ഭാവിയിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള സീറ്റ് ബുക്കിങ്ങിന്റെ ടവലല്ലേ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എന്നുള്ളതൊക്കെ സ്വാഭാവികമായിട്ട് ആളുകൾ ചിന്തിക്കുന്നതാണ്. ഈ പൊതുമരാമത്ത് മന്ത്രി ഒന്ന് കണ്ണാടിയിൽ പോയി നോക്കിയാൽ എങ്ങനെയാണ് ഈ സ്ഥാനത്ത് എത്തിയത് എന്നുള്ളതിന്റെ പൂർവ്വകാല കഥകൾ മുഴുവൻ അറിയും. മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായതുവരെയുള്ള മുഴുവൻ കാര്യങ്ങളും ശരിക്കൊന്ന് കണ്ണാടി നോക്കി ആലോചിച്ചാൽ മതി. അപ്പോൾ ആരാണ് നാണിച്ച് തലതാഴ്ത്തുന്നതെന്ന് അദ്ദേഹത്തിന് ബോധ്യമാകും. പ്രതിപക്ഷ നേതാവ് പറവൂർ നിയമസഭാ മണ്ഡലത്തിന്റെ പുറം ലോകം കണ്ടത് എപ്പോഴാണ്? ഇപ്പോഴല്ലേ? പ്രതിപക്ഷ നേതാവായതിനു ശേഷമല്ലേ? എങ്ങനെയാണ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായതെന്ന് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതുണ്ടോ? ഒരാളുടെ പെട്ടിയും പിടിച്ച് കുറെ കാലം നടന്ന അവസാനം അയാളെ പാലം വലിച്ച് പ്രതിപക്ഷ നേതാവ് എന്ന് കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ അഭിപ്രായമില്ലേ? അദ്ദേഹത്തിന്റെ നാവ് റെഡിയായി എന്നറിയുന്നതിൽ എനിക്ക് വലിയ സന്തോഷം. കാരണം മാസപ്പടി വിവാദം വന്നപ്പോൾ അദ്ദേഹം നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്. പൊതുമരാമത്ത് മന്ത്രി ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്, മിണ്ടിയിട്ടില്ല മാസപ്പടി വിവാദത്തെ പറ്റി. അദ്ദേഹം കൂടി ഇൻവോൾവ് ആണല്ലോ മാസപ്പടി വിവാദത്തിൽ, മിണ്ടിയിട്ടില്ല. അപ്പം നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്. അച്ഛന് വിളി, അമ്മക്ക് വിളി, അല്ലെങ്കിൽ തെറിവിളി ഇതാക്കി മാറ്റിയിരിക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്. പണ്ട് ഈ പ്രമാണിമാരായിട്ടുള്ള ആളുകൾ, മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളുടെ വീടിന്റെ മുമ്പിൽ ചട്ടമ്പികൾക്ക് കള്ളു മേടിച്ചു കൊടുത്തിട്ട് പോയി ചീത്ത വിളിപ്പിക്കും. അതുപോലെ ഇപ്പൊ എന്നെ ചീത്ത വിളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, മന്ത്രിമാരെ കൊണ്ടും വലിയ പോകുന്ന ആളുകളെ കൊണ്ടും. ഫേസ്ബുക്കിലിട്ട് കേസിൽ ഞാൻ പ്രതിയായി എന്ന് പറഞ്ഞ് ആഘോഷിക്കുന്നത് പക്വത കുറവല്ലേ? UDF ഭരിക്കുമ്പോൾ അങ്ങനെ ഫേസ്ബുക്കിൽ ഞങ്ങളൊക്കെ കേസ് പ്രതിയായി ഇടാൻ തുടങ്ങിയ ഒരു പുതിയ പേജ് തന്നെ തുടങ്ങേണ്ടി വരും. അപ്പോ പക്വത കുറവ് അദ്ദേഹത്തിനുണ്ട്. ഇപ്പോൾ ഉള്ള പ്രശ്നം എന്താ? മുഖ്യമന്ത്രിയെ വിമർശിച്ച ഈ ആള് മാത്രമേ ഉള്ളൂ പ്രതികരിക്കാൻ. ഈ ആൾക്ക് മാത്രം നോവുന്നുള്ളൂ, വേറെ ആർക്കും നോവുന്നില്ല. മനസ്സിലായല്ലോ? തരം താണ വ്യക്തി അധിക്ഷേപങ്ങൾ അരങ്ങുവാഴുന്നു നമ്മുടെ പൊളിറ്റിക്കൽ ഡിസ്കോഴ്സിൽ. നേതാക്കളുടെയും ഭരണഘടനാ പദവി വഹിക്കുന്നവരുടെയും പ്രസംഗങ്ങളും വാക്കുകളും കേട്ടാൽ കെട്ട കാലം എന്നേ തോന്നൂ. വക്രദൃഷ്ടി സമാപിക്കുന്നു. വീണ്ടും അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.